ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. ഈ ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. യേശു കർത്താവ് താൻ ക്രൂശീകരിക്കപ്പെടുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോടുമായി ചേർന്നിരുന്ന് അവരോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയാണ് യേശു കർത്താവ് പറഞ്ഞു കൊടുത്ത ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, പലയിടങ്ങളിലായി തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എടുത്തെടുത്ത് പറയുന്നുണ്ട്. യേശു കർത്താവ് താൻ ദൈവത്തോട് ചോദിക്കുകയും പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് എന്നേക്ക് നമ്മോട് കൂടി ഇരിക്കാനായിട്ട് നമുക്ക് നൽകുമെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറയുന്നുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായം ചെയ്യും. ഇത് ശരിയാണോ, നാം ചെയ്യുന്നത് ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, നമ്മൾ ഇവിടേക്ക് പോകാമോ പോകരുതോ എന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ, ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് തരും. നമ്മുടെ പാതയെ നേരെയാക്കും. ഈ വഴിയിലൂടെ നീ പോകാവുള്ളൂ, ആ കാര്യം അങ്ങനെ ചെയ്യരുത് എന്ന് നമുക്ക് പറഞ്ഞു തരും. നമ്മളെ നേർവഴി കാട്ടിത്തരും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരിക്കില്ല നമ്മുടേത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യേശു കർത്താവ് പറഞ്ഞ വചനങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ചു തരും. അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കാം. എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കാണാം. പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയും. അതാണ് ഈ വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ അനേകരോട് യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കും. നാം ആയിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കും. നാം പറയുന്നത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരാളോട് പറയുന്നത് അയാൾ വിശ്വസിക്കണമെന്നോ അയാൾ തിരിഞ്ഞ് ക്രിസ്തുവിലേക്ക് വരണമെന്നോ നാം അനുഭവിക്കുന്ന ആ സന്തോഷം, സമാധാനം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതൊന്നും അനുഭവിക്കാൻ അയാൾക്ക് കഴിയണമെന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ നമുക്ക് ഇത് സാധ്യമാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവായിരിക്കും നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്. നാം പറയുന്ന വാക്ക് ആ മനുഷ്യൻ്റെ മനസ്സിലൊന്ന് സ്പർശിക്കുവാൻ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെയോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ മനസ്സിലാക്കുവാനും അയാൾക്ക് സാധിക്കും. ഇങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിക്കാൻ പറ്റും. യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാൻ സഹായിക്കണമേ, നിന്നുള്ളിലൂടെ അനേകരോട് സാക്ഷ്യം വഹിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹായം ആവശ്യപ്പെടാം. പരിശുദ്ധാത്മാവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. ഒരിക്കലും സഹായം തരാതിരിക്കില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഏവർക്കും അനേകരോട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരുവാൻ സാധിക്കട്ടെ. ആമേൻ.